ഹലോ, ഞാൻ MC. എന്നറിയാവോ? എനിക്കറിയാം, ആർക്കും എന്നെ അറിയത്തില്ലെന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് പുതിയൊരു ലെറ്റ്സ് പ്ലേയുടെ തുടക്കം. ഐശ്വര്യമായിട്ട് ജാവയിൽ നിന്ന് തുടങ്ങാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ബെഡ് റോക്ക് ലെറ്റ്സ് പ്ലേ നിർത്തുന്നൊന്നുമില്ല. അത് കുറച്ച് ദിവസത്തേക്ക് ഞാനൊന്ന് മാറ്റി വെക്കുക. ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അത് പുതിയ പുതിയ ബഗ്ഗുകൾ എനിക്ക് കാണിച്ചിരുവാണ്. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നില്ലേ? എൻ്റെ കൂട്ടി എൻ്റെ അടുത്ത് എല്ലാ പ്രോബ്ലം പറഞ്ഞു. അവൻ പറഞ്ഞു ഇത് ബെഡ് റോക്കിനകത്തുള്ള ഫീച്ചറാണ്, ബഗ്ഗല്ലെന്ന്. അപ്പം എനിക്ക് ബെഡ് റോക്കിനെ കുറിച്ച് ഇനിയും പഠിക്കാനുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് ഞാൻ ബെഡ് റോക്കിനകത്ത് വീണ്ടും കയറും. ചത്താ ഡേയ് അനങ്ങുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ദിവസം, അതായത് കുറച്ച് ദിവസമൊക്കെ ബെഡ് റോക്ക് കളിക്കൂല, ബട്ട് നമ്മൾ ജാവയിൽ ആക്റ്റീവ് ആയിരിക്കും. അതല്ലേ ജാവ ലെറ്റ്സ് പ്ലേ കേൾക്കുമ്പോൾ തന്നെ ഒരു ഇതില്ലേ. ഞാൻ റീപ്ലേ മോഡ് കുറച്ച് മോഡ്സൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ ഗെയിം സ്മൂത്ത് ആവാൻ വേണ്ടി. ഇതിടക്കിടക്ക് വർക്ക് ചെയ്യുന്നില്ല. പറയുന്നത് എൻ്റെ മോഡ്സ് കാണിച്ചു തരാമെന്നാണ്. ഇതാണ് എൻ്റെ മോഡ്സ്. ഇതൊക്കെ FPS ബൂസ്റ്റ് ആവാൻ വേണ്ടിയാണ്. പിന്നെ മെയിനായിട്ട് റീപ്ലേ മോഡ് അത് വേണം. ജാവ കളിക്കുമ്പോൾ റീപ്ലേ മോഡ് വേണം, സൂം മോഡ് വേണം, പിന്നെ ഈ മോഡ്. ഇത്രയും മോഡാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. കാര്യം ഇതാണ് നമ്മുടെ എപ്പോഴും ലെറ്റ്സ് പ്ലേ വേണ്ടി വരുന്നത്. ആൻഡ് മോജ തുടക്കത്തിന് നമുക്ക് നല്ല സീഡൊക്കെയാണ് തന്നിരിക്കുന്നത്. അവിടെ ഐസ്, സ്നോ ബയോമ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരായിട്ട് ലൈക്ക് അടിച്ച് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലേക്കും കൂടെ ഓണാക്കിയൊക്കെ നമ്മൾ വെരി ക്ലോസ് ടു 13K. അപ്പം ഞാൻ കുറച്ചൊരു കാര്യം പറയാൻ ആലോചിക്കുന്നുണ്ട്. അതുതന്നെ നിങ്ങൾ മോസ്റ്റ് ആൾക്കാർ ഡിമാൻഡ് ചെയ്ത കാര്യമാണ് ഒരു സർവർ വരുവാണ് ഗൈസ്. അതിൽ ഞാൻ മോനുസാണ് മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ സർവർ വൈകാതെ തന്നെ വരും. അതിൻ്റെ പേരെന്തുവിട്ടിരുന്ന മോനുസ് ഡിസ്ട്രോയിഡാ അങ്ങനെയാണ് സർവർ നെയിം. സർവർ പബ്ലിക്കാണ്, എല്ലാവർക്കും കയറാം. സർവർ ഫുള്ള് ഫൈറ്റ് PvP എല്ലാ കുന്നുമുണ്ട്. പരാതി കൊണ്ട് എൻ്റെ അടുത്ത് വരല്ലേ. നിങ്ങൾ റിസ്ക് ആയിട്ട് കളിക്കുക, സ്വന്തം പേര് സീക്രട്ടായിട്ട് കൊണ്ടുപോക്കുക, മറ്റുള്ള ബേസ് കയറി അത് താർത്ത് പൊളിച്ച് കിടുക്കാക്കുക അങ്ങോട്ട്. അപ്പം നമ്മുടെ ഇവിടുത്തെ കുറേ ദലദല ബയോംസാണ് കാണുന്നത്. ഇതൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണ്. ഓക്കെ, നമുക്ക് തുടക്കം തന്നെ മൈൻക്രാഫ്റ്റിലെ വുഡ് വെട്ടി തുടങ്ങാം. നമുക്ക് തുടക്കം തന്നെ നമ്മുടെ വുഡിൽ നിന്ന് തന്നെ തുടങ്ങാം. വെട്ടിക്കോയി നമുക്ക് ഇവിടെ വില്ലേജിലുണ്ടാകുന്ന നോക്കാം. അപ്പോൾ നമ്മുടെ ഗോൾ എന്തുവാണ്? എന്താണ് ഇടക്കിടക്ക് സ്റ്റക്കാവുന്നേ? അപ്പോൾ നമ്മുടെ ഗോൾ എന്തുവാണ്? ഗോളാണ് ഒരു വില്ലേജ് തപ്പൽ ആൻഡ് വീടുണ്ടാക്കുന്ന സ്ഥലവും തപ്പൽ. വില്ലേജ് തുടക്കം തന്നെ ഇവിടെ എവിടെയെങ്കിലും കിട്ടിക്കോളും. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഭയങ്കര സ്മൂത്തായി തോന്നും. അത് തന്നെ ഇത് ഫോണിൻ്റെ പവറൊന്നുമല്ല, ഇത് മൊബൈൽ ലോഞ്ചറിൻ്റെ പവറാണ്. നിങ്ങളുടെ പൊട്ടറ്റ ഫോൺ വരെ എത്ര FPS കിട്ടും ഞാൻ ഉറപ്പുവരുന്നില്ല. എന്നാലും മിനിമം ഒരു 4GB റാം. അവർക്കൊക്കെ എത്ര FPS കിട്ടും? നമ്മുടെ മോനസ് ഗെയിമിങ്ങിന് 6GB റാമുള്ളതായിരുന്നു. അവന് നല്ല FPS കിട്ടിയതാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ടൂൾസിലോട്ട് ഇടക്കാം. ഗ്രാഫ്റ്റിംഗ് ടേബിൾ. അപ്പോൾ സ്റ്റോൺ ടൂൾസ് ആവുന്നതിന് മുമ്പ് നമുക്ക് വുഡൻ ടൂൾസ് ആകാം. ഇവിടെയുള്ള പന്നി, ഷീപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട്. മൈൻക്രാഫ്റ്റ് ജാവയ്ക്കകത്ത് ആക്സ് ആണ് മോസ്റ്റ് പവർഫുൾ സാധനം. അതേ കാണിച്ചു തരും. അതെ ടിഷ്കൂ വേണ്ട ഒരടിക്കകത്ത്. ഈ ഹാർട്ട് പാർട്ടിക്കളാണ് എനിക്കിഷ്ടം. അതെ അടിക്കുമ്പോൾ ഇത് സൂപ്പർ. ഇത് പന്നിക്കൂട്ടൻ ട്രെയിൻ വളർത്തി പോയവന്മാരെ കൊല്ല. ചാവടാ പട്ടികൾ കൊട്ടാവന്മാരെ, ചാവടാ പന്നിയുടെ മോനെ, ചാവടാ. ഞാൻ മൈൻക്രാഫ്റ്റിലെ ഡ്രീമാടാ. ഡ്രീമിന് എന്നെക്കാട്ടി നന്നായിട്ട് കളിക്കറിയാം. വരും കാലത്തുള്ള ഡ്രീമാടാ ഞാൻ. ചവടാ പന്നിക്കൂട്ടൻ ട്രെയിൻ വളർത്തി കല്ല് പറക്കാൻ പോയപ്പോൾ എൻ്റെ ആക്സ് കൊണ്ട് അവൻ ചത്ത്. ചവടാ ഇവിടെ പംകിനുണ്ട്. അതിൻ്റെ അർത്ഥം ഫില്ലേജ് എവിടാണ്ടോ ഉണ്ടെന്നാണ്. പിള്ളേച്ച്. അപ്പോൾ നമുക്ക് പിള്ളച്ച് തപ്പാം. പിള്ളച്ച് ഇങ്ങനെയൊക്കെ ഞാൻ പറയും. എൻ്റെ സൗണ്ടിൻ്റെ ഓക്കെ. നമ്മുടെ പന്നിക്കൂട്ടൻ ട്രെയിൻ വളർത്തി പോയ ചെക്കൻ ഇവിടെ കിടപ്പുണ്ട്. ചവടാ പട്ടി. FPS ഒക്കെ കുറയും കൈസ്. അത് മോബ് സ്പോണിങ് കാരണമാണ്. പിന്നെ ഇപ്പോൾ ബാക്ക് അടിച്ചിട്ട് കയറി. അപ്പോൾ ഹോം സ്ക്രീൻ അത് വർക്കാവുന്നുണ്ട്. എന്ത് ചെയ്യാനാ, എൻ്റെ ഫോൺ ഇങ്ങനെയാണ്. നമുക്കൊരു ഫോണൊക്കെ എടുത്ത് സെറ്റാവാം. ഫോൺ എടുത്ത് കഴിഞ്ഞ് അതിന് പിന്നെ 210 ഇട്ടിരിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കുക, 210 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹൈ സാധനമാണ്. നമ്മുടെ ശ്രുതി ഓൾമോസ്റ്റ് യൂട്യൂബേഴ്സൊക്കെ 10 ഇട്ടാണ് 2 കളിക്കുന്നത്. എനിക്ക് പൂവൊന്നും വേണ്ട. എൻ്റെ മൈൻക്രാഫ്റ്റ് ലോഡായിക്കൊണ്ടിരിക്കുക. ഓക്കെ വന്നു. ഓക്കെ 2 ലോഡാകത്ത് ടൈം എടുക്കും. ലോഡായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വില്ലേജ്
വില്ലേജ് എനിക്ക് ഇത്രയ്ക്കും ഭാഗ്യമുണ്ടോ അതെന്ത് പറ്റി ക്രാഷായി. ഓക്കെ ഞാൻ വീണ്ടും വന്ന് എടാ വില്ലേജ് ഏത് ഭാഗത്തായിരുന്നടാ? അയ്യോ ഗൈസ് എൻ്റെ അനിയത്തിയാണ് സംസാരിക്കുന്നത്. ഓക്കെ കേറുക ഭീഷണി കേറുക കൊച്ചേ. ഇത് എനിക്കല്ല ഉറപ്പുണ്ട് ഞാൻ ഏതൊരു ഭാഗത്ത് നിന്നപ്പോഴാണ് ആ വില്ലേജ് കണ്ടത്. എന്നിട്ട് ഞാൻ സന്തോഷിച്ചു. ആ ഭാഗത്താണെന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. അങ്ങോട്ടേ നോക്കാം. വില്ലേജ് ഇല്ല ജീവനോടുണ്ട് അതിലില്ല. MC അത്ര പെട്ടെന്ന് ഞാവൂല. അത് കുഴപ്പമില്ല. MC അത്ര പെട്ടെന്ന് ഞാവൂല. ആ വില്ലേജിൽ പോയി നമുക്ക് റീസ്പോൺ സെറ്റ് ചെയ്യേണ്ടി വരും ഗൈസ്. എന്നിട്ട് നമുക്ക് വീടുണ്ടാക്കാൻ സ്ഥലം തപ്പണം. ഇത് ഫുള്ള് ഫ്ലാറ്റ് ഏരിയ ആണ്, അപ്പോൾ അധികം പ്രശ്നമൊന്നുമില്ല. ഇത് അവിടെ വെള്ളമുണ്ട്, കറക്റ്റ് അതിലോട്ട് കാണാം. അല്ല ഞാനിപ്പോൾ വന്ന് ഡ്രീമിനെ പോലെ കളിക്കാൻ തുടങ്ങി. വരും കാലത്ത് ഡ്രീം എൻ്റെ അടുത്തെന്ന് പറയും മോൻ എന്നെ മൈൻക്രാഫ്റ്റ് കളിക്കാൻ പഠിപ്പിക്കണമെന്നും പറയും. ഇത് എനിക്കിത് ഒരു ആവശ്യമുണ്ട് ഗീസ്, ഞാൻ പിന്നെ പറയാം. ഇന്ന് ചാടുന്ന പട്ടായി അത് ചാടാൻ വേണ്ടി. വില്ലേജർ കൂട്ട നമ്മളറിയാവോ? ഞാൻ MC വരും കാലത്ത് വലിയ യൂട്യൂബർ ആവും. നിനക്ക് തന്നെ എപ്പോഴും കളിയാക്കലാണ് മനസ്സിലായി. വില്ലേജറെ വരും കാലത്ത് വലിയ യൂട്യൂബർ ആവും. നീ എൻ്റെ ചാനൽ പേര് MC Gamer 4 സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ, ലൈക്ക് ചെയ്യണം. എല്ലാ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കണം. ഞാൻ നാളെയും കൂടെ വീഡിയോ ഇടും. ഇത് സ്റ്റക്കാവുന്നുണ്ട്. ഹൈ കഴിക്കാൻ ഞം കിട്ടി. ഞം സ്റ്റക്കുണ്ട്, അത് നാളെ മാറിക്കോളൂ. ഓക്കെ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ഹൈ പശുക്കുട്ടൻ പശുക്കളവൻ. അതെന്തുവാ ജെറി ട്രീ അല്ലേ? അത് ജെറി ട്രീ ഫുള്ള് ഭാഗ്യാണല്ലോ ഗൈസ്. നമുക്ക് ഇതും കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ വീടുണ്ടാക്കാനുള്ള സ്ഥലത്തോട്ട് പോവാം. അതെനിക്കറിയാം, ചെല്ലുമ്പോൾ അറിയാം. ബ്രെഡ് കഴിക്കാം. F വെച്ചിട്ട് നമ്മുടെ രണ്ടാമത്തെ കൈ പിടിക്കുക, അതാണ് നല്ലത്. അതാണ് ഇതിൻ്റെ പവർ. ഓക്കെ നമുക്ക് വീടുണ്ടാക്കാൻ 100 ബ്ലോക്ക് മാറണം. അതായത് കറക്റ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇത് F2 അല്ല F3. ഇതിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എത്ര? 327. ഏറ്റവും സ്പീഡ് കൂടുന്ന ഏതാ? അപ്പം നമുക്ക് ഇപ്പുറത്തെ 100 ബ്ലോക്ക് കുറയ്ക്കണം. അതായത് 325 അത് 225 ആവണം. അപ്പുറത്തെ 139 അത് 39 ആവണം. അപ്പോൾ നേരെ വെക്കും. അമ്മച്ചി അയ്യോ പട്ടി സോംബി അല്ല പെട്ടി സോംബി. എൻ്റെ ആട്ടാ കൈസ് പട്ടിയാ കെട്ടിയ. എടാ മോനെ ഈ ചാക്കിനകത്ത് കയറുന്ന. അയ്യോ ദേവ സീരിയസ് ആയിട്ട് എടുത്ത് വരുന്നു. അമ്മേ എടാ പോടാ അതേടാ അവൻ കത്തി ചാവുന്നില്ലടാ. ചത്താ അല്ല പിന്നെ എൻ്റെ അടുത്ത് കളി. ഞാനൊന്നും ചെയ്തില്ല, അവൻ തന്നെ എത്ത്. ഞാനെന്തായാലും ഒരു സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ എൻ്റെ ഹോയാ ആടാ ഹോ ഉണ്ടാക്കുക. എനിക്ക് എൻ്റെ ഇത് വേണം. റീസ്പോൺ സെറ്റ് ചെയ്യാൻ മറന്നുപോയി. കുഴപ്പമില്ലൊരു ബെഡ് ഉണ്ടാക്കാം. ബെഡ് വാടാ കുട്ടാ. മതിയാക്ക ബെഡ് വാ. ഓക്കെ ഇനി റീസ്പോൺ വേണം സെറ്റ് ചെയ്യാൻ. അവിടെ നിന്ന് ഇത്തിരി സ്റ്റോൺ കളക്ട് ചെയ്യണം. നമുക്ക് സ്റ്റോൺ ടൂൾസ് ആവാം. കോഡി ഞാൻ പിന്നെ ഒരു ദിവസം എടുത്തോളാം. കോർഡിനേറ്റ് ഓർത്ത് നോക്കണം. ഇതിൻ്റെ കോർഡിനേറ്റ് ആണ്. ഓക്കെ ഞാൻ കോർഡിനേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് എൻ്റെ വീഡിയോ നോക്കിയാൽ മതി. ഞാൻ ഇന്ന കോർഡിനേറ്റിലാണ് കോൾ കണ്ടതെന്നും പറഞ്ഞ്. ബാറ്റ്മാൻ ബ്രോ ഒരു ഓട്ടോഗ്രാഫ്റ്റ്. കള്ളപ്പട്ടി ഓട്ടോഗ്രാഫ്റ്റ് എടുത്തില്ലല്ലോടാ നീ. പോടാ കേവിനകത്ത് പോടാ, തിരിച്ചു കൂട്ടി പോടാ.
ഇവൻ്റെ അമ്മപ്പൻ്റെ പോട്ടെ ഗൈസ്. നമ്മളവനെ കൊല്ലാൻ പാടില്ല. നമ്മളങ്ങനെ പാവപ്പെട്ട ജീവനൊന്നും കൊല്ലാൻ പാടില്ല. നമ്മൾ കൊല്ലാനേ പാടില്ല, ആരെയും കൊല്ലാൻ പാടില്ല. പാവപ്പെട്ട ജീവനൊന്നും കൊല്ലാൻ പാടില്ല. ഞാൻ കൊല്ലും, നിങ്ങൾ കൊല്ലല്ലേ? നിങ്ങൾക്കറിയില്ല പണ്ട് മുതൽ ഭയങ്കര ക്രമാക്രമിയാണെന്ന്. ഇവിടെ നമ്മുടെ വീടുണ്ടോ കാര്യം? ഇവിടെ നമ്മൾ അങ്ങോട്ടൊക്കെ ഒരു സ്നോ വൈബ് കിട്ടും. വില്ലേജ് നേരെ അങ്ങോട്ട് പോയാൽ അവിടെ വില്ലേജ് കിട്ടും. അവിടെ അപ്പം ഇവിടെ വീടുണ്ടാക്കാം. നമ്മുടെ അയഫാം ഫ്യൂച്ചർ അവിടെ വല്ലതും ഉണ്ടാകാം. അതായത് അവിടെ ഉണ്ടാക്കും. അവിടെ നിന്ന് അയഫാം വർക്കാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യും. അത് തന്നെ അവിടെ ഇവിടെ ഇവിടെ എല്ലാം ഡേറ്റ് ബ്ലോക്ക് വെച്ചൊരു അയഫാം ഇവിടെ പണിയും. നമ്മുടെ വീട് ഇവിടെയായിരിക്കും വരാൻ പോകുന്നത്. ഇത് നമ്മൾ ക്ലീൻ ചെയ്യും. അതായത് ഇവിടെ ഈ ഏരിയയിൽ അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കും. എനിക്കറിയാം വീടുണ്ടാക്കാൻ ഇനി ഒരുപാട് ദിവസം എടുക്കും. നമ്മൾ എന്തായാലും 6ാമത്തെ എപ്പിസോഡ് കൊണ്ട് വീടുണ്ടായി തരും. ഞാൻ ഓരോ ദിവസം ഞാൻ എൻ്റെ കുറച്ച് ടൈം എടുത്ത് ഓരോ 30 മിനിറ്റ് ഇവിടെ മൈൻ ചെയ്യും. ഫസ്റ്റ് നമുക്ക് അയൺ ഫാം ഉണ്ടാക്കണം. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ നമുക്കൊരു ബ്രീഡിങ് ഹാൾ ഉണ്ടാക്കണം. ആൻഡ് വീട് ഇന്ന് ഉണ്ടാക്കൂല. അപ്പോൾ വീടുണ്ടാക്കാനുള്ള സ്ഥലം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇതും വെക്കും. നാളെ നമുക്ക് വീടുണ്ടാക്കാനുള്ള എല്ലാ റിസോഴ്സും കാര്യങ്ങളും. അപ്പോൾ നാളെ നമ്മുടെ ബ്രീഡർ ഫാമാണ്. ഞാൻ പറഞ്ഞ പോലെ നാളെ നമ്മൾ ബ്രീഡർ ഫാം സെറ്റാക്കും. ഓരോ എപ്പിസോഡ് ഓരോ ഗോളായിട്ട് നാളെ നമ്മൾ ബ്രീഡർ ഫാം ഉണ്ടാക്കും. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സുതിയണ്ണ ഇങ്ങനെ ചെയ്യുന്നു. നമ്മുടെ വീട് തുടങ്ങുമ്പോൾ തന്നെ മരം വെച്ച് അതിൻ്റെ പുറത്ത് ഡേറ്റ് ബ്ലോക്ക് വെക്കും. ബട്ട് ഞാൻ അങ്ങനെയല്ല. നമ്മുടെ മൈൻക്രാഫ്റ്റിൽ നമ്മളില്ലേ മുന്നേറാൻ, അതായത് ഈ കാണുന്ന ഈ സ്റ്റോൺ പിക്കാറ്റ്സ് ആണ് നമ്മൾ ഇവിടം വരെ എത്തിക്കുന്നത്. അതായത് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്റ്റോൺ മൈൻ ചെയ്യാൻ നമുക്ക് എന്ത് വേണം? പിക്കാറ്റ്സ് വേണം. പിക്കാറ്റ്സിൽ നമുക്ക് സ്റ്റോൺ മൈൻ ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പം പിക്കാക്സ് ഉള്ള കാരണമാണ് നമ്മളിപ്പം സ്റ്റോൺ മൈൻ ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ അപ്ഗ്രേഡ് ആയി പോകുന്നത്. അപ്പം ഈ സ്റ്റോൺ ടൂൾസ് ഞാൻ ഉപയോഗിച്ചത് ഇനി ഇത് ഒരിക്കലും ഞാൻ ഉപയോഗിക്കില്ല. ഇത് ഇതിൻ്റെ അതിരിക്കും. അതായത് നിങ്ങൾ വേൾഡിൽ കയറുമ്പോൾ കാണാം, ഇതാണ് MC ഗെയിമർ വേൾഡിൽ കയറിയപ്പോൾ ഉപയോഗിച്ച ടൂൾസ്. ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ അകത്ത് 5 അയമെൻ്റൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കും. എന്നിട്ട് ഒരു സ്ഥലത്ത് ഫുൾ ഹെൽത്തോടെ നമ്മളിങ്ങനെ തൂക്കിയിടും. വീടിൻ്റെ അകത്ത് ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ മറ്റേ അതിൻ്റെ അകത്ത് ഇങ്ങനെ വെക്കത്തില്ലേ, എന്തോ അതിൻ്റെ പേര്, അത് മറന്നുപോയി. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇത് രണ്ടും ഇങ്ങനെ വെച്ചിരിക്കും. എന്നിട്ട് അവിടെ ഇതേക്കും MC ഗെയിമർ യൂസ്ഡ് ഫസ്റ്റ് ടൂളെന്നും പറയും. MC യൂസ്ഡ് ഫസ്റ്റ് ടൂളെന്നും പറഞ്ഞ് എഴുതി വെക്കും. അതാണ് എൻ്റെ അവളെ. ഇങ്ങനായിരിക്കും ഞാൻ എൻ്റെ എല്ലാ വേൾഡിലും തുടക്കം ചെയ്തത്. ഇത് ഞാൻ തന്നെ കുത്തിയിരുന്ന് കണ്ടുപിടിച്ച സാധനമാണ്. അല്ല എല്ലാവരും പറയടാ സുധീനെ കോപ്പി അടിക്കുന്നതെന്ന് പറഞ്ഞ്. ഇതിപ്പോൾ എൻ്റെത്, ഇത് എൻ്റെ ട്രിക്ക്. നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഞാൻ കോപ്പിറൈറ്റ് ചെയ്തില്ല. ഓക്കെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു ബ്രീഡിങ് ഹാൾ ഉണ്ടാക്കണം. അത് എവിടെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വില്ലേജിൽ തന്നെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇവിടെ എല്ലാം മാറി ഉണ്ടാക്കാം. ഇവിടുന്ന് അങ്ങോട്ട് തരല് ബ്ലോക്ക് ദൂരെ വീടൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഇനി ഇവിടെ വലിയ വലിയ ബിൽഡുകളാണ് വരാൻ പോകുന്നത്. അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കിൾ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണ്ടേ, മോട്ടിവേഷൻ. അപ്പം ഈ വീഡിയോയുടെ 20 ലൈക്ക് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഞാൻ സത്യം പറയുക, നാളത്തെ എപ്പിസോഡ് ബ്രീഡർ ഫാം പ്ലസ് നമ്മൾ ഈ പരിസരം പകുതിയോളം ക്ലീൻ ചെയ്തിരിക്കും. ബ്രീഡർ ഫാം ഉണ്ടാക്കാൻ നമുക്കിത് അവിടെയോ ഇവിടെയോ ആ മരമൊക്കെ വെട്ടി സെറ്റാക്കാവുന്നുള്ളൂ. കാര്യം എനിക്ക് അവിടെ മതി ബ്രീഡർ ഫാം. ആ കാണുന്ന ഏരിയയിൽ അവിടെ ഞാൻ മരം വെട്ടി ബ്രീഡർ ഫാം ഉണ്ടാക്കും. എനിക്ക് ഈ സ്ഥലത്ത് വേറെ കുറേ ബിൽഡൊക്കെ കൊണ്ടുവരാം. ഇവിടെ വേറെ കുറേ ബിൽഡൊക്കെ വരും. നിങ്ങൾ വിചാരിക്കാത്ത ബിൽഡ്. MC ഗെയിമർ ബിൽഡ് പ്രോയായി. ബൈ ബൈ, ടാറ്റാ കൂടി ബൈ. നമുക്ക് നടക്കണം. നാളെ വീഡിയോ വന്നാൽ നാളെ കാണാം. ബൈ ബൈ. പോടാ ഇറങ്ങി എൻ്റെ വീഡിയോയിൽ നിന്ന്.